ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും വീട്ടിൽ നല്ല രീതിയിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 8 ഹിസ്റ്ററി ഫൈനൽ പാർട്ടായിട്ടുള്ള ചാപ്റ്റർ 6 കൊളോണിയലിസം ഇൻ ദ സിറ്റി എന്നായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കാണാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഇൻസൈഡ് ദ ഓൾഡ് സിറ്റി എന്ന് പറയുന്ന ഹെഡിങ്ങാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മീൻ വൈൽ വാട്ട് ഹാപ്പൻ ടു ദ ഓൾഡ് സിറ്റി ദാറ്റ് ഹാഡ് ബീൻ ഷാജഹാനാബാദ് ഇൻ ദ പാസ്റ്റ് Mughal Delhi's famed canals had brought not only fresh drinking water to the homes but also water for other domestic uses. This excellent system of water supply and drainage was neglected in the 19th century. The system of wells or boilies also broke down and channels to remove household waste called effluents were damaged. This was at a time when the population of the city was continuously growing. അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് എന്താണ് നമ്മുടെ പഴയ സിറ്റി ആയിട്ടുള്ള ഷാജഹാനാബാദിന് സംഭവിച്ചത്? ഏകദേശം പാസ്റ്റിൽ നമ്മുടെ മുഗൾ ഡൽഹിയിൽ ഫേമസ് ആയിട്ടുള്ള കനാൽസൊക്കെ ഫ്രഷ് വാട്ടർ മാത്രമൊന്നുമല്ല, കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് വാട്ടർ മാത്രമൊന്നുമല്ല, ഓൾസോ ആ വെള്ളം ഡൊമസ്റ്റിക് യൂസസിന് വേണ്ടിയിട്ടും എടുക്കാറുണ്ടായിരുന്നു. കാരണം അവിടെ നല്ലൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ സപ്ലൈയും ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 19th സെഞ്ച്വറിയിൽ നെഗ്ലക്റ്റഡ് ആയിരുന്നു അല്ലേ, അത് അവഗണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന സിസ്റ്റം ഓഫ് വെൽസ്, അതായത് ബോലീസ് ഒക്കെ തകർന്നു പോയി. ഈ ചാനൽസ് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് എഫ്ലുവൻസ് എന്ന് പറയുന്നു. ആ എഫ്ലുവൻസ് ഒക്കെ എന്തായി, വേസ്റ്റ് റിമൂവൽ ചാനൽസൊക്കെ ഡാമേജ്ഡ് ആയിപ്പോയി. ഈ സമയത്ത് നമ്മുടെ പോപ്പുലേഷന് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡൽഹിയിൽ. ദ ബ്രോക്കൺ ഡൗൺ കനാൽസ് കുഡ് നോട്ട് സെർവ് ദ നീഡ്സ് ഓഫ് ദിസ് റാപ്പിഡ്ലി ഇൻക്രീസിംഗ് പോപ്പുലേഷൻ. അറ്റ് ദ എൻഡ് ഓഫ് ദ 19th century ദ ഷാജഹാനി ഡ്രെയിൻസ് വർ ക്ലോസ്ഡ് ആൻഡ് എ ന്യൂ സിസ്റ്റം ഓഫ് ഓപ്പൺ സർഫസ് ഡ്രെയിൻസ് വർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ പറയുന്ന തകർന്നു പോയിട്ടുള്ള കനാൽസൊക്കെ ഇങ്ങനത്തെ ഇൻക്രീസിംഗ് പോപ്പുലേഷന് സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 19th century അവസാനത്തോടെ ഷാജഹാനി ഡ്രെയിൻസ് ഒക്കെ എന്തായി, ക്ലോസ് ചെയ്തിട്ട് പുതിയ ഒരു സിസ്റ്റം ഓഫ് ഡ്രെയിൻസ്, അതായത് പുതിയൊരു സിസ്റ്റം ഓഫ് ചാലുകൾ കൊണ്ടുവന്നു വേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഓഫ് ചാലുകൾ അല്ലെങ്കിൽ ആ ഡ്രെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിന് ശേഷമായിരുന്നു. പിന്നെ ഈ ഒരു ദിസ് സിസ്റ്റം വാസ് സൂൺ ഓവർ ബർഡൻഡ് ആൻഡ് മെനി ഓഫ് ദ വെൽത്തിയർ ഇൻഹാബിറ്റൻസ് കംപ്ലൈൻറ്റ് അബൌട്ട് ദി സ്ട്രെയിൻസ് ഫ്രം ദ റോഡ് സൈഡ് പ്രൈവീസ് ആൻഡ് ഓവർഫ്ലോയിങ് ഓപ്പൺ ഡ്രെയിൻസ്. ദ ഡൽഹി മുനിസിപ്പാലിറ്റി കമ്മിറ്റി വാസ് അൺവില്ലിംഗ് ടു സ്പെൻഡ് മണി ഓൺ എ ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ എന്താ സംഭവിച്ചത്, ഈ ഒരു പുതിയ സിസ്റ്റം വന്നപ്പോഴും അതെന്തായി, ഓവർ ബർഡൻഡ് ആയിപ്പോയി അല്ലേ, അതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകി അതിനൊന്നിനും പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ നല്ല പൈസക്കാരായിട്ടുള്ള അവിടുത്തെ നാട്ടുകാരൊക്കെ എന്ത് ചെയ്തു, ഈ ഇവിടെ നിന്നും റോഡ് സൈഡ് പ്രൈവീസ്, റോഡ് സൈഡ് ചെറിയ ടോയ്ലറ്റ്സുകളിൽ നിന്നൊക്കെ സ്റ്റെഞ്ച് വരുന്നുണ്ട്. അതായത് സ്റ്റെഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ട് ചീത്ത സ്മെല്ലല്ലേ, മാൽ ഓർഡർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഓപ്പൺ ഡ്രെയിൻസ് എന്നൊക്കെ നല്ല സ്റ്റെഞ്ച് മാൽ ഓർഡർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡൽഹി കമ്മിറ്റി എന്തായില്ല, പുതിയൊരു ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ടുവരാനുള്ള പൈസ മുതൽ മുടക്കാൻ അവർ തയ്യാറായിരുന്നില്ല. At the same time, though, millions of rupees were being spent on drainage system in the New Delhi area. അപ്പോൾ ഓൾഡ് സിറ്റിയിൽ ഇങ്ങനെ പോപ്പുലേഷൻ കൂടി, അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ആകെ ബ്രോക്കൺ ആയി, ഡാമേജ്ഡ് ആയി. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊന്നും, അവിടുത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്നും പുതിയ ഡ്രെയിനേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പൈസയൊന്നും തന്നിട്ടുണ്ടായില്ല. പക്ഷേ ന്യൂഡൽഹിയിൽ എന്താ നേരെ അവസ്ഥ, ഓപ്പോസിറ്റ് ആയിരുന്ന അവസ്ഥ. ന്യൂഡൽഹിയിൽ ഒരുപാട് മില്യൺസ് ഓഫ് റുപ്പീസ് ആയിരുന്നു ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ പണിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദ ഡിക്ലൈൻ ഓഫ് ഹവേലീസിന് ഡിക്ലൈൻ, അതായത് ചെറിയ വലിയ മാൻഷൻസ്, കൊട്ടാരങ്ങളുടെ കുറവുകൾ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ദ മുഗൾ അരിസ്റ്റോക്രസി ഇൻ ദ 17th and 18th century lived in grand mansions called havelis. A map of mid-19th century showed at least 100 such havelis, which were large walled compounds with mansions, courtyards and fountains. അപ്പോൾ നമ്മുടെ മുഗൾ രാജകുടുംബം ഏകദേശം 17th to 18th centuryയിൽ അവർ വലിയ മാൻഷൻസ്, വലിയ കൊട്ടാരങ്ങളിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് ഹവേലീസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. മാപ്പിനകത്ത് mid-19th centuryയിൽ ഏകദേശം 100 ഓഫ് ഹവേലീസ് കാണാൻ പറ്റും. ഇതൊക്കെ വലിയ വാളുകളുള്ള വലിയ മാൻഷൻസ്, കോർട്ട്യാർഡ്സ്, ചെറിയ വെള്ളം ചുറ്റുന്ന ഫൗണ്ടെയിൻസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയതായിരിക്കും ഈ പറയുന്ന ഹവേലീസ്.
Haveli housed many families. On entering the Haveli through a beautiful gateway, you reach an open courtyard surrounded by public rooms meant for visitors and businesses used exclusively by males. The inner courtyard, with its pavilions and rooms, are meant for women of the household. Rooms in the Havelis had multiple uses and very little by way of furniture. അപ്പോൾ ഹവേലിയിൽ ഒരുപാട് പേർക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ നേരിട്ട് ഹവേലിയിൽ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ് വേ ഉണ്ട്. പിന്നെ അതിന് ശേഷം ഒരു ഓപ്പൺ കോർട്ട്യാർഡിലേക്ക്, ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു മുറ്റത്തേക്ക് നമ്മളെത്തും. അതിന് ചുറ്റും പബ്ലിക് റൂമുകളാണ്. അവിടെയാണ് നമ്മുടെ വിസിറ്റേഴ്സും ബിസിനസ് ഡീൽസിനൊക്കെ വരുന്ന ആൾക്കാർ, എസ്പെഷ്യലി മെയിൽസിലെ, അവർ മെയിൽസിന് വേണ്ടിയിട്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് റൂംസ് ചുറ്റും ഉണ്ട് ഈ ഓപ്പൺ കോർട്ട്യാർഡിന് ചുറ്റും. പിന്നെ ഇന്നർ കോർട്ട്യാർഡിൽ ഉള്ളിലുള്ള മുറ്റത്ത് എന്തൊക്കെയുണ്ട്, അവിടെ മണ്ഡപങ്ങൾ, പവിലിയൻസും ചെറിയ റൂംസുകളുണ്ട്. അവിടുത്തെ സാധാരണ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ പറയുന്ന മണ്ഡപങ്ങളും റൂമുകളൊക്കെ. പിന്നെ പവേലിയിലെ റൂംസ് ഇൻ ദ ഹവേലീസ് ഹാഡ് മൾട്ടിപ്പിൾ യൂസസ് ആൻഡ് വെരി ലിറ്റിൽ ബൈ വേ ഓഫ് ഫേർണിച്ചർ. അവിടുത്തെ റൂംസൊക്കെ ഒരുപാട് മൾട്ടിപ്പിൾ യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കുറച്ചൊക്കെ എന്തിനാണ്, നമ്മുടെ ഫേർണിച്ചറൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. Even in the mid-19th century, Qamar al-Din Khan's Haveli had several structures within it, and including housing for cart drivers, tent pitchers, torch bearers, as well as for accountants, clerks and household servants. അപ്പം നമ്മുടെ mid-19th സെഞ്ച്വറിയിൽ ഖമർ അൽ-ദിൻ ഖാൻ്റെ ഹവേലിയിൽ, അദ്ദേഹത്തിൻ്റെ ഹവേലിയിൽ എന്തൊക്കെയുണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രക്ചറുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ സ്ട്രക്ചർ? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ കാർട്ടിൻ്റെ ഡ്രൈവർമാർക്ക്, അതുപോലെ തന്നെ ഈ പറയുന്ന കൂടാരം കുത്താൻ വേണ്ടിയിട്ടുള്ള, ടെൻറ്റ് കുത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക്, ടോർച്ച് പിടിക്കാനുള്ള ആൾക്കാർക്ക്, അക്കൗണ്ടൻസിന്, ക്ലർക്കുമാർക്ക്, അതുപോലെ തന്നെ സെർവൻസിനൊക്കെ ആയിരുന്നു ഈ പറയുന്ന ഹവേലീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആരുടെ കാലത്ത്? ഖമർ അൽ-ദിൻ ഖാൻ്റെ കാലത്ത്. Many of the Mughal Amirs were unable to maintain these large establishments under conditions of British rule. Havelis therefore began to subdivided and sold. Often the street front of Havelis became shops or warehouses. Some Havelis were taken over by upcoming mercantile class, but many fell into decay and disuse. അപ്പോൾ ഈ പറയുന്ന മുഗൾ അമീറുകൾ, മുഗൾ നോബിൾമെൻ, അവിടുത്തെ വലിയ വലിയ പൈസക്കാർ, മുഗൾസ്, ഇനി ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റൊന്നും ബ്രിട്ടീഷിൻ്റെ റൂളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹവേലിനെ എന്ത് ചെയ്യുന്നു, പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് അത് വിൽക്കേണ്ട അവസ്ഥ വന്നു. ആ ഒരു സ്ട്രീറ്റിൽ ഹവേലീസൊക്കെ എന്തായി മാറി, ഹവേലിയുടെ ഫ്രണ്ടുകളിലൊക്കെ ഹവേലീസൊക്കെ ഓരോ ഷോപ്പുകളും അതുപോലെ തന്നെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെയർ ഹൗസസ് ആയിട്ട് മാറി. ചില ഹവേലീസ് എന്ന് പറയുന്നത് വലിയ വലിയ ക്ലാസ് ഓഫ് ആൾക്കാർ എടുത്തിട്ട് അത് അവസാനം എന്തായി, നശിച്ചൊക്കെ പോയി. പിന്നെ ദി colonial bungalow was quite different from the haveli meant for one nuclear family. It was a large single-storied structure with a pitched roof and usually set in 1 or 2 acres of open ഗ്രൗണ്ട്. അതായത് വലിയ കൊളോണിയൽ ബംഗ്ലാവ് ഈ പറയുന്ന ഹവേലിയിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. ബ്രിട്ടീഷുകാർ താമസിച്ചിരുന്ന ആ ബംഗ്ലാവ് ഹവേലിനെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. അതൊരു ഒറ്റ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരുന്നു, ന്യൂക്ലിയർ ഫാമിലിക്ക് വേണ്ടിയിട്ടില്ലായിരുന്നു. അത് ഒറ്റൊരു നിലയിലുള്ള വീടായിരുന്നു. അതുപോലെ തന്നെ അതിനൊരു റൂഫിൽ പിച്ച്ഡ് റൂഫാണുള്ളത്. ഏകദേശം 1-2 ഏക്കർ ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ടാകും. പിന്നെ it had separate living and dining rooms and bedrooms and a wide veranda running in front, and sometimes on 3 sides kitchen stables and servant quarters were in separate space from the main house. The house was run by dozens of servants. The women of the household often sat on the verandas to supervise tailors or other tradesmen. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ 2 ഏക്കർ ഓപ്പൺ ഗ്രൗണ്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഈ ഡൈനിങ് റൂംസും ബെഡ്റൂംസൊക്കെ സെപ്പറേറ്റഡ് ആയിരുന്നു. വലിയൊരു വരാന്ത ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അത് ഏകദേശം 3 സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കിച്ചൺസ്, സ്റ്റേബിൾസ്, പിന്നെ സെർവൻറ്റുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്, അതൊക്കെയാണ് മെയിൻ ഹൗസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഡസൻസ് ഓഫ് സെർവൻസ് അവിടെ വീട് നോക്കിക്കൊണ്ട് നടക്കാനുണ്ടായിരുന്നു. ഈ വുമൻ ഹൗസ് ഹോൾഡൊക്കെ വരാന്തയിൽ ഇരുന്നിട്ട് നമ്മുടെ ടൈലേഴ്സിനെയും അതുപോലെ തന്നെ ട്രേഡ്സ്മെന്നിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുകയായിരുന്നു പണി.
the municipality begins to plan. The census of 1931 revealed that the walled city area was horribly crowded with many as 90 persons per acre, while New Delhi had only about 3 persons per acre. മുനിസിപ്പാലിറ്റി ഉണ്ടാവാൻ തുടങ്ങിയ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരാൻ തന്നെ കാരണം എന്തായിരുന്നു? 1931 ഒരു സെൻസസിൽ മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് സിറ്റി ഷാജഹാനാബാദ് ഓൾഡ് ഡൽഹിയിൽ ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഏകദേശം 1 ഏക്കറിൽ 90 ആൾക്കാരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ന്യൂഡൽഹിയിലെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. ഒരു ഏക്കറിൽ 3 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The poor conditions in the walled city, however, did not stop it from expanding. In 1888, an extension scheme called Lahore Gate Improvement Scheme was planned by Robert Clark for the walled city residents. അപ്പോൾ ന്യൂഡൽഹിയിലെ അവസ്ഥ ഓൾഡ് ഡൽഹിയിലെ വോൾഡ് സിറ്റിയിലെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ സിസ്റ്റം, സീവേജ് സിസ്റ്റം ഒക്കെ നല്ല പോക്കായിരുന്നു. എന്നിട്ടും എന്ത് ചെയ്തില്ല, പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1888 ഒരു ഈ പറയുന്ന ഓൾഡ് സിറ്റീനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സ്കീം വന്നു. അതിൻ്റെ പേരാണ് ലാഹോർ ഗേറ്റ് ഇംപ്രൂവ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇത് പ്ലാൻ ചെയ്തത് നമ്മുടെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള റോബർട്ട് ക്ലാർക്ക് ആയിരുന്നു. റോബർട്ട് ക്ലാർക്ക് ഒരുപാട് നമ്മുടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മുന്നേ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്ലാനിങ് ഉണ്ടായി. ആർക്ക്? റോബർട്ട് ക്ലാർക്കിനൊരു പ്ലാനിങ് ഉണ്ടായി. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ടായി. ദി ഐഡിയ വാസ് ടു ഡ്രോ റെസിഡൻസ് അവേ ഫ്രം ദി ഓൾഡ് സിറ്റി ടു എ ന്യൂ ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ക്വയർ അറൌണ്ട് വിച്ച് ദ ഷോപ്സ് വർ ബിൽറ്റ്. സ്ട്രീറ്റ്സ് ഇൻ ദിസ് ഡെവലപ്മെൻറ്റ് സ്ട്രിക്ട്ലി ഫോളോഡ് ദി ഗ്രിഡ് പാറ്റേൺ ആൻഡ് വർ ഐഡൻറ്റിക്കൽ വിത്ത് സൈസ് ആൻഡ് ക്യാരക്ടർ. അതായത് ഈ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം? ഈ ഓൾഡ് സിറ്റി അല്ലെങ്കിൽ വാൾഡ് സിറ്റിയിൽ നിന്നും ആൾക്കാരെ മാറ്റിയിട്ട് പുതിയ ഒരു മാർക്കറ്റ് സ്ക്വയറിൽ ഒരു പുതിയ ടൈപ്പ് മാർക്കറ്റ് സ്ക്വയർ ഉണ്ടാക്കുകയും അതിന് ചുറ്റും ഓരോ ഷോപ്സ് ഉണ്ടാക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ്സൊക്കെ പിന്നെയും ഒരു വേറെ പാറ്റേണിൽ റീഡെവലപ്പ് ചെയ്യുകയും അത് ഏകദേശം ഒരേ വിഡ്ത്ത്, സൈസ്, ക്യാരക്ടറൊക്കെ ആയിരിക്കണം. ദ ലാൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു റെഗുലർ ഏരിയാസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് നൈബർഹുഡ്സ്. ക്ലാർക്ക്ഗഞ്ച് ആസ് എ ഡെവലപ്മെൻറ്റ് വാസ് കോൾഡ് റിമൈൻഡ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിഡ് നോട്ട് ഹെൽപ്പ് ടു ഡീകൺജസ്റ്റ് ദ ഓൾഡ് സിറ്റി. അപ്പോൾ ഈ പറയുന്ന ചെറിയ ചെറിയ ലാൻഡുകളൊക്കെ എന്തായി, ചെറിയ ചെറിയ ഏരിയാസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഓരോ അയൽപക്കം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു കൺസ്ട്രക്ഷൻ ഓഫ് നൈബർഹുഡ്. പിന്നെ ക്ലാർക്ക്ഗഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ക്ലാർക്ക്ഗഞ്ച് എന്ന് വിളിച്ചത്. പക്ഷെ അതെന്തായി? അതൊരിക്കലും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. കാരണം ഒരിക്കലും ഇത് പഴയ ഓൾഡ് സിറ്റിയെ ഡീകൺജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ തിക്കി നിറഞ്ഞതിനെ പഴയ പോലെ തിക്കി നിറയാത്തൊരവസ്ഥയിലാക്കാൻ പറ്റിയില്ല. ഈവൻ ഇൻ 1911 the water supply and drainage system in these new localities was very poor. എന്നിട്ടും ഈ എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടും പോലും 1912 വാട്ടർ സപ്ലൈയും ഡ്രെയിനേജും വളരെ പോക്കായിരുന്നു ഈ ഒരു ഏരിയാസിൽ. Delhi Improvement Trust was set up 1936 and it built areas like Daryaganj South for wealthy Indians. Houses were grouped around parks. Within the houses, space was divided according to new rules of privacy. Instead of spacing being shared by many families or groups, now different members of the same family had their own private spaces within the home. അതായത് ഡൽഹി ഇംപ്രൂവ്മെൻറ്റ് ടെസ്റ്റ് 1936 ദര്യാഗഞ്ച് സൗത്തിൽ വെൽത്തിയർ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു ഏരിയാസ് ബിൽഡ് ചെയ്തു. അവിടെ കുറച്ച് സ്ഥലം ബിൽഡ് ചെയ്തു. അവിടെ എന്ന് പറയുമ്പോൾ പാർക്സിൻ്റെ ചുറ്റുമായിരുന്നു ഹൗസസ് ഉണ്ടായിരുന്നത്. ആ ഹൗസിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരുന്നു? പുതിയ സ്പേസ് ഉണ്ടാക്കി ഓരോ പ്രൈവസിക്ക് അനുസരിച്ച് ആൾക്കാരുടെ പുതിയ സ്വാതന്ത്ര്യം അനുസരിച്ച്, പുതിയ റൂൾസ് അനുസരിച്ച് എന്തായി, അവിടെ ഓരോ ആൾക്കാർക്കും സ്പേസസ് ഉണ്ടാക്കി. ഈ സ്പേസസ് കൂടാതെ തന്നെ ഓരോ ഫാമിലീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന് അതിനകത്ത് ഡിഫറെൻറ്റ് ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലിക്കൊക്കെ എന്തായി, അവരുടേതായിട്ടുള്ള ഓരോ പ്രൈവറ്റ് സ്പേസ് അവരുടെ വീടുകളിൽ കണ്ടെത്താൻ പറ്റി. അതൊക്കെയാണ് അത്രയൊക്കെയുള്ള നമ്മുടെ ചാപ്റ്റർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ന്യൂ സിറ്റീസിനകത്ത് ഓൾഡ് സിറ്റിയിലും ന്യൂ സിറ്റിയിലും തമ്മിലുള്ള മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു, ഹവേലീസ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഹാർബർട്ട് ബേക്കർ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന എൽസ്വെയർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ദ ഏർലി 1890s എ യങ് ഇംഗ്ലീഷ് ആർക്കിടെക്ട് നെയ്മഡ് ഹെർബർട്ട് ബേക്കർ വെന്റ് ടു സൗത്ത് ആഫ്രിക്ക ഇൻ സെർച്ച് ഓഫ് വർക്ക്. ഇറ്റ് വാസ് ഇൻ ദ സൗത്ത് ആഫ്രിക്ക ദാറ്റ് ബേക്കർ കെയിം ഇൻ ടച്ച് വിത്ത് സെസിൽ റോഡ്സ്, ദ ഗവർണർ ഓഫ് കേപ്പ് ടൗൺ, who inspired in Baker a love for British Empire and admiration for architectural heritage of ancient Rome and Greece.
1890s ഒരു യങ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹെർബർട്ട് ബ്രേക്കർ സൗത്ത് ആഫ്രിക്കയിൽ വർക്കിന് പോയപ്പോൾ അവിടുത്തെ ഗവർണറായിട്ടുള്ള സെസിൽ റോഡ്സ് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആർക്കിടെക്റ്റിൻ്റെ നമ്മുടെ ബ്രിട്ടീഷ് എംപയറിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഗ്രീസിൻ്റെയും റോമിൻ്റെയും കൾച്ചറൽ ഹെറിറ്റേജ് അഡ്മയർ ചെയ്ത് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിപ്പോയി ആ സെസിൽ റോഡ്സ് എന്ന് പറയുന്ന ഗവർണർ. അപ്പോൾ ഈ ഫിഗർ 17 ഷോസ് ദ യൂണിയൻ ബിൽഡിംഗ് ദാറ്റ് ബേക്കർ ഡിസൈൻ ഇൻ ദ സിറ്റി ഓഫ് പ്രിറ്റോറിയ ഇൻ സൗത്ത് ആഫ്രിക്ക. ഇറ്റ് യൂസ് സം ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ആൻഷ്യൻ ക്ലാസിക്കൽ ആർക്കിടെക്ചർ ദാറ്റ് ബേക്കർ ലേറ്റർ ഇൻക്ലൂഡഡ് ഇൻ ഹിസ് പ്ലാൻസ് ഓഫ് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ഈ ഫിഗർ 17 ഈ പറയുന്ന ഈ പ്രിറ്റോറിയ സിറ്റിയിലുള്ള ഈ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത് നമ്മുടെ ബേക്കർ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ആർക്കിടെക്ചറിൽ നിന്നുള്ളതാണ്. ഇതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ന്യൂഡൽഹിയിലെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്ന ഐഡിയാസ്. ദ യൂണിയൻ ബിൽഡിംഗ് വാസ് ഓൾസോ ലൊക്കേറ്റഡ് ഓൺ എ സ്റ്റീപ്പ് ഹിൽ ആസ് ഈസ് ദി സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് നിൽക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റീപ്പ് ബിൽഡിങ്ങിലായിരുന്നു, ഹില്ലിലെ ഒരു സ്റ്റീപ്പ് ഹില്ലിലെ ഒരു വലിയൊരു സ്റ്റീപ്പായിട്ടുള്ള ഒരു പർവ്വതത്തിലായിരുന്നു നമ്മുടെ യൂണിയൻ ബിൽഡിങ്ങും ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലുള്ള യൂണിയൻ ബിൽഡിങ്ങും ഉണ്ടാക്കിയിരുന്നത്. ഹാവ് യു നോട്ട് നോട്ടീസ് ദാറ്റ് people in positions of power want to look on the others from above rather than up towards them from below അല്ലേ? അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് പൊസിഷനിൽ അല്ലെ പവറിലിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ നോക്കും. അപ്പോൾ യൂണിയൻ ബിൽഡിങ്ങും സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങും ബോത്ത് ബിൽഡ് ടു ഹൗസ് ഇമ്പീരിയൽ ഓഫീസസ് അല്ലേ? അതായത് നമ്മുടെ ഇങ്ങനെ രാജകീയമായിട്ടുള്ള ഓഫീസുകളാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ യൂണിയൻ ബിൽഡിങ്ങും സെക്രട്ടേറിയറ്റും രണ്ടും പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ക്ലാസ് 8 ഹിസ്റ്ററിയിലെ വേറൊരു സെക്ഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും വീട്ടിലിരിക്കുക, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു എവറി വൺ, താങ്ക് യു ഓൾ.